ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പഞ്ചായത്തിലാണ്. കടലുണ്ടി കോട്ടക്കടവ് എന്ന സ്ഥലത്ത് കയറ് ഉൽപാദനം പാരമ്പര്യ രീതിയിൽ മാത്രമല്ല ടെക്നോളജി പരമായിട്ട് കയർ ഉൽപ്പാദിപ്പിക്കുന്ന രീതി, ഇങ്ങനെ രണ്ട് മെത്തേഡിലും വിദേശ രാജ്യങ്ങളിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്ന ഏകദേശം 78ഓളം വർഷം പഴക്കമുള്ള ഈ സ്ഥാപനത്തിൽ 80ലധികം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നു. ഇന്നും ഈ ഒരു സ്ഥാപനം കയർഫെഡിൻ്റെ കീഴിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. പച്ചത്തൊണ്ട് സംഭരിച്ചിട്ട് അവിടുന്ന് അത് ചകിരി ഉടയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ കൺവെയറിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നേരെ പോയി കണ്ട് ഈ ഫൈബർ ആവുന്ന മിഷനിലേക്ക് വീഴും. അവിടുന്ന് പിന്നെ നല്ല ഫൈബറായിട്ട് രണ്ട് ഭാഗത്തു കൂടെ ഫൈബർ ഒരു ഭാഗത്തു കൂടെയും അതിൻ്റെ ചകിരിച്ചോറ് ഈ വേറൊരു ഭാഗത്തുമായിട്ട് രണ്ട് സെക്ഷനായിട്ട് തിരിക്കും. അതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇതാണ് നല്ല ഫൈബർ. അല്ലേ? കയറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ല ഫൈബർ. അങ്ങനെ പൊടിയാണ്. നമസ്കാരം. അനിത. സ്ഥാപിച്ചത് 1958 റീജിയണൽ ഓഫീസ് കോഴിക്കോടുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് കയർ അവിടെ എത്തിച്ചു കൊടുക്കാനേ ഉള്ളൂ. മാർക്കറ്റിംഗ് അവരാ. ഹെഡ് ഓഫീസ് ആലപ്പുഴയാണ്. റീജിയണൽ ഓഫീസ് കോഴിക്കോട് വെള്ളൂർ. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? മാറ്റ് ഉണ്ടാക്കിയിരുന്നു, ഇപ്പോൾ വല്ലാതെ ഉണ്ടാക്കുന്നില്ല. തൊണ്ടടിക്കുന്നുണ്ട്, പച്ചത്തൊണ്ടടിക്കുന്നുണ്ട്. പിന്നെ കയറുകൾ, വിവിധ ഇനം കയറുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മെയിനായിട്ട് കയറാണ്. ചകിരിച്ചോറ് വിൽപ്പന ഉണ്ട്. അത് എവിടെയൊക്കെയാണ് റീറ്റെയിലാണോ അല്ലെങ്കിൽ ഇതേപോലെ? അതിന് പിന്നെ പ്രത്യേക ഏജൻസികളില്ല, അത് നമ്മൾ ലോക്കലായിട്ട് കൊടുക്കും. പോൾട്രി ഫാം, പിന്നെ കർഷകർ അങ്ങനെ കൃഷി ആവശ്യത്തിന്.
അമ്മന്റെ പേര് വള്ളി. എത്ര വയസ്സായി? 86. എവിടെ വീട്? ഇവിടെ തന്നെ. ആ ഓക്കെ ഓക്കെ. ഇവിടെ ആയിട്ട് കുറയായോ? പിന്നെ കുറെയൊക്കെ വേണ്ടെന്ന് അപ്പൊക്ക് ഒന്നും കിട്ടിയില്ല. പാർട്ടി റെക്കമെൻഡ് ഒക്കെ പറഞ്ഞു കാട്ട് കൊണ്ടുവന്നാ വയസ്സ് കൂടിയിട്ട് ഒഴിവാക്കിയതാ. പിന്നെ ഇവിടെ തന്നെ വരും. അവിടെ തന്നെ വരും. ഇവിടെ പോകുന്നേ ഇല്ല. അത്ര ഇതിനോടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലേ? ഞാൻ മരിച്ചാലേ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞിരിക്കാം. ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് ഒഴിവാക്കാൻ. ഇതുപോലെയുള്ള ആളുകൾ ഒരു 35 ആളുകൾ വീടുകളിൽ ഇരുന്ന് പിരിക്കാൻ. ഇത് കൂടാതെ ഇവിടെ സൗകര്യം ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് വീടുകളിലേക്ക് കൊടുത്തയച്ചതാണ്. അമ്മന്റെ പേരെന്താ? പേര് സതി. സതി. ഇവിടെ തന്നെ വീട്? ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ ആയിട്ട് കുറയോ? 30-35 വർഷത്തോളമായി. ഈ കയർ തൊഴിലാളിയായിട്ട് കഴിയുന്ന ഒരു കാര്യം മാത്രം. ഇതോടുകൂടി തന്നെ ജീവിക്കുന്ന ഒരാളുമാണ് സതി. വരുമാനത്തിന് വരെ വന്നിട്ട് പോയിട്ടില്ല. ഇതോടുകൂടി ജീവിക്കല്ലോ. ഈ തൊഴിലോട് അത്ര ഇഷ്ടമായിപ്പോല്ലേ? തൊഴിലിനോട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സുഖം കാര്യം ഒന്നും ഉണ്ടാവില്ല. കൊടിയിനെ പറ്റിയൊക്കെ ഇപ്പം തീരെ സുഖമില്ല. പ്രായാകല്ലേ പറയാ. 60 കഴിഞ്ഞ് കണ്ടാ 16 ആയിട്ടുള്ളൂ കേട്ടോ. അന്ന് നോക്കണ്ട. അപ്പന്റെ പേരെന്താ? എത്രയായി ഇവിടെ ആയിട്ട്? ഇവിടെ 98 മുതൽക്കുണ്ട്. നല്ല ജോലി കിട്ടുന്നത് സാറേ. അത് പോകാനായിക്കോട്ടേക്ക്. പുതിയ മിഷനാണ്. ഒരു 5 വർഷമായിട്ടുള്ള ഈ മിഷൻ ഇവിടെ ഞങ്ങൾ ഇറക്കാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം നല്ല ജോഡിയാണ്. പ്രൊഡക്ഷനും അത്യാവശ്യം നല്ലതുപോലെ ഉണ്ടാവും. ഒരു 40-50 കിലോ പ്രൊഡക്ഷൻ കിട്ടും. തൊഴിലാളികൾക്ക് അത്യാവശ്യം നല്ലപോലെ പണിയെടുക്കുന്ന തൊഴിലാളിയാണെങ്കിൽ ഒരു 100-500 റുപ്യേൻ്റെ അടുത്ത് കൂലി കിട്ടും. ക്വാളിറ്റിയുള്ള ജോഡിയാണ്. KMRY എന്ന് പറഞ്ഞൊരു പുതിയൊരു ഐറ്റം ചൂടി കൂട്ടി ഉണ്ടാക്കാണ്. ഇവിടെ 2 ടൈപ്പ് ചൂടി. ഒന്ന് ASM തന്നെ ഒന്ന് വൈക്കൻ ചൂടി, ഒന്ന് ഈ KMRY. ഈ KMRY എന്ന് പറഞ്ഞാൽ നല്ല മുറുക്കുള്ള റണ്ണേജ് കൂടുതലുള്ള നേർമ ചൂടി. അതെന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? അതേ ചൂടിപ്പടം, വലപ്പായക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതാണ്. ചൂടിപ്പടം ഉണ്ടല്ലോ, നാല് നീളമുള്ള നമ്മളെ കാർപ്പറ്റിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആ സാധനത്തിന് ഉപയോഗിക്കുന്ന ചൂടിയാണ് KMRY. മറ്റേത് വലപ്പായ. ഇപ്പോൾ പുതിയ മണ്ണ് ഒലിച്ചു പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലപ്പായ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ആ കയർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ 2 ഐറ്റം കയറും ഇവിടെ. ഇതാണ് ആ ചൂടിയല്ലേ KMRY? ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ചൂടിയാണ്. ക്വാളിറ്റി അല്ലേ? ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന.
വർഷമായിട്ട് 10 വർഷത്തിലേറെയായിട്ട് ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിക്കോട് പ്രൊജക്റ്റിൽ ഈ കടലുണ്ടി കയർ വ്യവസായ സഹകരണ സംഘം തന്നെയാണ്. പിന്നെ ഈ വർഷവും ഫസ്റ്റ് ഞങ്ങൾ തന്നെയാണ്. ഇവിടെ വിദേശികളൊക്കെ വിദേശികൾ വരുന്നുണ്ട്. ഇത് ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേപ്പൂർ ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഘത്തിനെ ഒരു പരമ്പരാഗത വ്യവസായം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സംഘത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെന്താ പഠിപ്പിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അവർ പ്രത്യേകിച്ച് ഈ പരമ്പരാഗത വ്യവസായം അന്യം നിന്ന് പോവുകയാണല്ലോ. അപ്പോൾ അത് പഠിക്കാനും കാണാനും പിന്നെ നമ്മൾ നേച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മായമില്ലാത്ത ഒരു സംഭവമാണല്ലോ. ഇതിൽ കെമിക്കലൊന്നും ഇല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണല്ലോ. അപ്പോൾ അത് പ്രത്യേകിച്ച് അവർക്ക് മെഷീനറിനേക്കാൾ കാണാൻ കൂടുതൽ താല്പര്യമുള്ളത് കൈകൊണ്ട് എടുക്കുന്നതാണ്. കൈകൊണ്ട് ഇരുന്ന് പിരിക്കുന്നത് കാണുന്നതിനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. മെക്കനൈസ്ഡ് വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ കുറേ ബ്ലോഗർമാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-25 രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് ബ്ലോഗർമാർ ഒരുമിച്ച്. വിദേശ ബ്ലോഗർമാർ കഴിഞ്ഞ വർഷം തോന്നുന്നുണ്ട് വന്നത്. അങ്ങനെ കുറേ പേര് വരുന്നുണ്ട്. പിന്നെ എല്ലാ വർഷവും കുറേ പേര് വരുന്നുണ്ട്. അതായത് ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഈ കടലുണ്ടി പഞ്ചായത്ത് ഒരു ടൂറിസം വില്ലേജ് സ്ട്രീറ്റ് ആണല്ലോ. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി വരുമ്പം എല്ലാവരും ഇവിടെയും വന്നിട്ടാണ് പോവുക. ഇവിടെയും പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പരമ്പരാഗത കയറല്ല ഖാദി മില്ലുണ്ട്. അപ്പോൾ അവിടെയും അവർ സന്ദർശിക്കും. ഈ രണ്ടെണ്ണം അവർ ടൂറിസത്തിൽ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സംഘം വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പം സൊസൈറ്റീൻ്റെ മൊത്തം സ്ട്രക്ചറൊന്ന് മാറും. ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾ വന്നു പോകുമ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ അവർക്ക് കറക്റ്റായിട്ട് വന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ ഒരു ലാൻഡിൻ്റെ സ്കേപ്പ് അങ്ങനെ കിടക്കുന്നത്. ഇത് മൊത്തത്തിൽ ഒന്ന് മാറ്റിയെടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് പദ്ധതി ഉള്ളത്. ഇനിയിപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഈ പ്രത്യേകിച്ച് ഈ കയറ് പിരിന്ന് മാത്രമായിട്ട് ഇപ്പോൾ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണല്ലോ. നമുക്ക് പുതിയ തലമുറയിൽ അതിലേക്ക് കിട്ടുന്നില്ല. പുതിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരൊന്നും ഇപ്പോൾ ഇതിലേക്ക് അങ്ങനെ പ്രോഫിറ്റബിൾ അല്ല. കാരണം വർക്ക് ചെയ്താൽ അതിനുള്ള ഒരു സാലറി കിട്ടുന്നില്ല, വേജസ് കിട്ടുന്നില്ല അവർക്ക്. അപ്പോൾ അതിനു കൂടെ മുൻഗണന വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പദ്ധതികളുണ്ട്. അപ്പോൾ ഈ ടൂറിസം വിജയിക്കുകയാണെങ്കിൽ നമ്മളിവിടെ അവരുദ്ദേശിച്ച രീതിയിൽ ബിൽഡിങ്ങുകളൊക്കെ മാറ്റി ആ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഇവിടെ അതിനായിട്ടുള്ള ഒരു ഷോറൂം ഓപ്പൺ ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈവിധ്യങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ വെക്കാം. വെറും കയറ് മാത്രമല്ലാതെ അത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഈ ബിൽഡിങ് തന്നെ അതാണ് ബിൽഡിങ് മൊത്തം മാറ്റണം. ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് മൊത്തത്തിൽ മാറ്റിയിട്ട് അവർക്ക് വന്ന് പോകാനുള്ള സൗകര്യത്തിൽ ആ രീതിയിലേക്ക് സംഘത്തിനെ മാറ്റുമെന്നാണ് അവരിപ്പം പറഞ്ഞിട്ടുള്ളത്. അത് വഴിയത് വരും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഈ കയറ് മാത്രമായിട്ടല്ല ഇവിടെ ഉണ്ടാവുക, വേറെയുള്ള പ്രോഡക്റ്റുകളിലേക്ക് മാറും. അപ്പോൾ അതിനായിട്ടൊരു ഷോറൂം ഇവിടെ സജ്ജമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ, കരകൗശല വസ്തുക്കൾ, അങ്ങനെയുള്ള പല കയറുകൊണ്ട് കയറ് വെച്ചിട്ടും ഫൈബർ വെച്ചിട്ടും മാക്സിമം ഉണ്ടാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള പ്രോഡക്റ്റിലേക്ക് മാറും. ഇപ്പം തൽക്കാലം ഇങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള ഈ രീതിയിൽ അങ്ങനെ പോകും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? പേര് ദേവൻ. ഇവിടെ ആയിട്ട് എത്ര വർഷമായി? ഇവിടെ ആയിട്ട് 34 വർഷമായി. സ്ഥലം എവിടെയാണ്? സ്ഥലം കടലുണ്ടി. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ചൂടി ബണ്ടിൽ ചെയ്യുക, അതാണ് പ്രധാന പണി. പിന്നെ ഇതൊക്കെ സൂപ്പർവൈസറുമായിട്ട് തന്നെ നോക്കി നടത്തിക്കുക. 35 വർഷത്തെ പരിചയമുണ്ട് ഈ ഫീൽഡിൽ. 50 വർഷത്തെ പരിചയമുണ്ട്. അതായത് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് നടത്തിയ ആളാണ്. പിന്നെ കയർ സഹകരണ സംഘത്തിൽ വന്നപ്പോൾ സ്വന്തം ബിസിനസ്സുകളൊക്കെ നിർത്തി അതിലെ തൊഴിലാളികളെ ഇതിലേക്ക് മാറ്റി. ഇപ്പം 50 വർഷം തികഞ്ഞ് ഞാൻ ഈ ഫീൽഡിൽ പൂർണ്ണമായിട്ടും പണിയെടുക്കാൻ തുടങ്ങിയിട്ട്.